Has been done to highlight certain corrections and changes that has to be made. So the first one is regarding examination cell, and in examination cell, it's been given research and postgraduate department of commerce. Title ഇതല്ല വരേണ്ടത് examination cell ആണ്, research department അല്ല. So the title should be the title can be given as examination cell. പിന്നെ ഇവിടെ വരേണ്ടത് controllers of examination cell. എന്നിട്ട് രണ്ടുപേരുടെ ഞാൻ ഫോട്ടോ ജാക്ലിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. Please use those two photos. Now the next one is in administration page. Over here there's ഇതിങ്ങനെ കയറി ഇറങ്ങി ഇവിടെ കിടക്കുന്നത്. So this should be adjusted properly. ഇതിപ്പോ വേണമെങ്കിൽ ഫോട്ടോ ഇങ്ങോട്ടേക്ക് മാറ്റുകയോ, ഐ മീൻ യു ക്യാൻ ടേക്ക് ദീസ് ഫോട്ടോസ് ടു എ ബിറ്റ് മോർ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഇവിടെ കുറച്ചുകൂടി സ്പേസ് കിട്ടുക. ഐ മീൻ എനിത്തിങ് ക്യാൻ ബി ഡൺ, പക്ഷെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കരുത്. somehow this particular thing should be managed. Maybe ഫോട്ടോ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫോട്ടോ ലെഫ്റ്റിലോട്ട് കുറച്ചുകൂടി അലൈൻ ചെയ്ത് ഈ പറയുന്നതെല്ലാം കുറച്ചുകൂടി റൈറ്റ് സൈഡിലോട്ട് വെക്കുക. സംതിങ് ഹാവ് ടു ബി ഡൺ. ഇത് ഭയങ്കര വൃത്തികേടായിട്ടാണ് സാധനം ഇങ്ങനെ കിടക്കുന്നത്. Another one is in quick links, spell and code of conduct എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഈ സ്പെല്ലും കോഡ് ഓഫ് കണ്ടക്റ്റും രണ്ട് സാധനങ്ങളാണ്. സോ ഇറ്റ് ഷുഡ് ബി ടു സെപ്പറേറ്റ് ഡിഫറെന്റ് പേജസ്. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കണ്ടന്റ് ഇസ് നോട്ട് ബി ഗിവൻ. അപ്പോൾ ഫോർ നൗ ഒന്നെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടാബ് ഹൈഡ് ചെയ്യുക. Now കണ്ടന്റ് ഒക്കെ കിട്ടിയതിന് ശേഷം പ്ലീസ് ഡു റിമെമ്പർ സ്പെല്ലും കോഡ് ഓഫ് കണ്ടക്റ്റും രണ്ട് പേജ്. ഇറ്റ് ഇസ് നോട്ട് സ്പെൽ ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് അല്ല. കോഡ് ഓഫ് കണ്ടക്ട് പറഞ്ഞാൽ സ്പെല്ല് വേറെ ഒരു പേജ്. ആൻഡ് പ്ലീസ്, ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് ലെഫ്റ്റ് അലൈൻ ഓൾ ദ കണ്ടന്റ്സ്. നമുക്കിവിടെ ഒരു കണ്ടന്റ്സും ലെഫ്റ്റ് അലൈൻ ചെയ്യാണ്ട് വരരുത്. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ കണ്ടന്റ് ഒക്കെ ഇതുണ്ട്, ലെഫ്റ്റ് അലൈൻ ചെയ്തിട്ടില്ല. ഓൾ ദ കണ്ടന്റ് ഷുഡ് ബി ലെഫ്റ്റ് അലൈൻഡ്. ആൻഡ് ഓൾസോ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റ് താഴെ ഇവിടെ ഒരു ഹെഡിങ് വരണം. ഏതൊക്കെ പേജിലാണോ കണ്ടന്റ്സ് ലെഫ്റ്റ് അലൈൻ ചെയ്യാണ്ട് കിടക്കുന്നത്, ഇൻ ഓൾ ദോസ് പേജസ് ദ കണ്ടന്റ് ഷുഡ് ബി ലെഫ്റ്റ് അലൈൻഡ്. And in competitive examinations, over here too contents on the left aligned alla, headings അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ലെഫ്റ്റ് അലൈൻ ചെയ്യണം. Yes, additional changes at Life at Marian. ഇവിടെ ക്ലബ്സ് ആൻഡ് അസോസിയേഷനിൽ വി ഹാവ് MCSC. ഇവിടെ MCSCയിൽ ഈ താഴെ ഇവിടെ വരേണ്ടത് ഗാലറി എന്നല്ല. ദിസ് ഷുഡന്റ് ബി ഗാലറി. വാട്ട് വി നീഡ് ഹിയർ ഇസ് സ്റ്റുഡന്റ് കൗൺസിൽ. സ്റ്റുഡന്റ് കൗൺസിൽ എന്ന് പറഞ്ഞ ഹെഡിങ് ആണ് ഇവിടെ വേണ്ടത്. കാരണം ഈ 2020 to 2021 എന്ന് പറഞ്ഞേക്കുമ്പോൾ ആ ഒരു വർഷത്തെ സ്റ്റുഡന്റ് കൗൺസിൽ മെമ്പേഴ്സ് ആരാണ് അവരുടെ ഫോട്ടോ വരും. 2019 2020 എന്ന് പറയുമ്പോൾ ഏത് സ്റ്റുഡന്റ് കൗൺസിൽ ആണോ അവരുടെ ഫോട്ടോസ് വരും. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. അതിനുശേഷം മേ ബി താഴെ ഗാലറി എന്ന് പറഞ്ഞ സെക്ഷൻ വെക്കാം, in which we can add the photos and the rest of the things. Or else what you can do is ഈ സ്റ്റുഡന്റ് കൗൺസിൽ എന്ന് പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ ടാബ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഒരു പേജിലോട്ട് തന്നെ പോകുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ രണ്ടും എല്ലാം കൂടി സെയിം പേജിലാണ് കിടക്കുന്നത്. ഇപ്പൊ 2020 to 2021 സ്റ്റുഡന്റ് കൗൺസിലോട്ട് ഞെക്കുമ്പോൾ ദ ഹോൾ ഇൻഫർമേഷൻ ഈസ് ബീൻ ടേക്കൺ ടു എ ഡിഫറെന്റ് പേജ്. ആ രീതിയിലോട്ടാക്കാം. അല്ലെങ്കിൽ കുറെ ഒരുപാട് സ്ക്രോൾ ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് അപ് ടു യു പീപ്പിൾ. ബട്ട് ഐ തിങ്ക് ദാറ്റ് ബി ബെറ്റർ. വേറൊരു പേജിലോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ അതായിരുന്നു നേരത്തെ ഉദ്ദേശിക്കുന്നത്, ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് പോകണം. അവിടെ ഈ പറയുന്ന എല്ലാവരുടെയും ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം കാണിക്കുന്ന രീതിയിൽ. ഗാലറി എന്ന് പറഞ്ഞ സെക്ഷൻ വേണം, പക്ഷെ അത് നേരത്തെ ഉള്ള പോലെ തന്നെ ഗാലറി എന്ന സെക്ഷൻ വേണം. പക്ഷെ ഇവിടെ ഇതെങ്ങനെയല്ല വരേണ്ടത്. അതുപോലെ തന്നെ വരേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കോളേജ് മാഗസീൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തിട്ട് ഇതിൻ്റെ താഴെ 3-4 ടാബ്സ് 20
2020-2021 അങ്ങനെ 3-4 ടാബ്സ് ഉണ്ടാവും. അതായത് ആ കൊല്ലങ്ങളുടെ കോളേജ് മാഗസീൻ. അപ്പോൾ അതിൻ്റെ PDF ഞങ്ങൾ അയക്കാം. ഞാനിപ്പോൾ ഒരു ഡ്രൈവിൽ ഷെയർ ചെയ്യാത്. ഇപ്പോൾ ഈ ഒരു ഡ്രൈവിൽ മാഗസീൻ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ മാഗസീൻ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇതിൻ്റെ PDFs കിട്ടും. ഇതാണ് ഇവിടെ വരേണ്ട. അപ്പോൾ ചെറിയ ബ്ലാക്ക് ടാബ്സിലായിട്ട് 14-15 പിന്നെ 15-16 17-18 അങ്ങനെ ഇന്ന കൊല്ലത്തിലെ മാഗസീൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ മാഗസീൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം. അതാണ് അടുത്തത്. അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് മാറ്റാനുണ്ട്. ഈ ഫോർ എക്സാമ്പിൾ ഈ UNAIൽ ഇതിലിടേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ ഒരു ഗാലറി സെക്ഷനൊക്കെ നമുക്ക് വേണം. അതിലിടേണ്ട ഫോട്ടോസൊക്കെ ഞാൻ ഇന്ന് തന്നെ ഷെയർ ചെയ്യാം. സോറി ഇവിടെ UNI എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. ഈ ടാബിൽ ഞാൻ ഈ ബാനർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ഈ UNIയുടെ പേജിൽ ഈ ഫോട്ടോന് പകരം ബാനർ വരണം. പിന്നെ ബാക്കിയുള്ള ഫോട്ടോസ് ഇത് ഗാലറി ആയിട്ട് വരണം. അതുപോലെ തന്നെ അപ്പോൾ UNIയുടെ ഫോട്ടോസ് ചേർക്കണം. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റ് ബാനറായിട്ട് വെക്കണം. ഹെൽത്ത് ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് ഹെൽത്ത് ആൻഡ് വെൽഫെയർ സെക്ഷനിലെ ബാനറായിട്ട് വെക്കണം. പിന്നെ ഇത് ലിങ്കൺ യൂണിവേഴ്സിറ്റി, അത് LUC MRCയിൽ ഈ ആ ഒരു ഫ്രണ്ട് ഇമേജ് ആയിട്ട്, അതായത് നമ്മുടെ അക്കാഡമിക്സിൽ PhD പ്രോഗ്രാംസ് LUC MRCയിൽ ഇവിടെ ഫ്രണ്ട് ഇമേജ് ആയിട്ട് ഈ ഒരു ഫോട്ടോ വെച്ചാൽ മതി. അതുപോലെ തന്നെ റിസർച്ച് പേജിൽ ഇൻ കൊമേഴ്സ് പറഞ്ഞ് കൊടുത്തേക്കുന്ന സ്ഥലത്ത് ഈ ഒരു ഫോട്ടോ മാറ്റിയിട്ട് അതിന് പകരം ആ ഒരു ഫോട്ടോ മാറ്റിയിട്ട് പകരം ഈ ഒരു റിസർച്ചിൻ്റെ ഫോട്ടോ കൊടുക്കണം. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ പേജിലും കൊടുക്കാനുള്ള ഫോട്ടോ ആണിത്. സോ ഇതാണ് നമുക്ക് സഡനായിട്ട് വേണ്ട ചേഞ്ചസ്. ഒരു വീഡിയോ കൂടി ഞാൻ അയക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഒന്ന് കണ്ട ചേഞ്ചസ് വരുത്താനുള്ള ഇതാണുള്ളത്. ഇനി കുറച്ചും കൂടി ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ അവൈലറ്റ് ചെയ്യുന്നു.